നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം അന്വേഷണം ഏറ്റെടുത്തു. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കേസ് ഫയൽ SP-യുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകില്ല. കോടതിയുടെ ഉത്തരവനുസരിച്ച് മാത്രമായിരിക്കും ഇനി അറസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, വിശദാംശങ്ങൾ. നീലാഞ്ജന, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസ് അന്വേഷിക്കുന്ന പുതിയ ടീം കണ്ണൂരിൽ എത്തിയിരിക്കുകയാണ്. 10:30 ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിൽ എത്തിയത്. മലപ്പുറം SP MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കണ്ണൂരിൽ എത്തിയത്. ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലുമായി ഇപ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. കേസ് ഫയലുകളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നാളെ ഈ MK റാം ഇപ്പോൾ പുറത്താണുള്ളത്. അറസ്റ്റ് നടപടികൾ നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതി അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് വീണ്ടും MK റാമിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ ക്രൈംബ്രാഞ്ച് സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ കോടതിയിൽ ഈ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ കേസ് നാളെ കോടതി പരിഗണിക്കും. അതിനുശേഷം മാത്രമേ MK റാമിൻ്റെ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. അതായത് കോടതിയുടെ മുഴുവൻ മേൽനോട്ടത്തിൽ മാത്രമാകും ഇനി ഈ കേസിൻ്റെ അന്വേഷണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ വീഴ്ച ഈ കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഉണ്ടായി എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ നിലവിൽ കേസ് അന്വേഷിച്ച DYSP സുധീർ കല്ലേനെതിരെ കടുത്ത നടപടിക്ക് നീക്കമുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്രമാത്രം വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ആഭ്യന്തര അന്വേഷണത്തിനും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണവും ആ രീതിയിൽ തന്നെയാണ്. ഉദ്യോഗസ്ഥനെതിരെ നിശിത വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുധീറിനെതിരെ നടപടി എടുക്കാതിരിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉറപ്പായും സസ്പെൻഷൻ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ സുധീറിന് കാരണം കാണിക്കൽ നോട്ടീസ് ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണം എന്നാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP-യോടും അതോടൊപ്പം തന്നെ DYSP-യോടും ആവശ്യപ്പെട്ടുള്ളത്. DYSP-യുടെ ഭാഗത്തു നിന്നാണ് ഇതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ചുമതല DYSP-ക്കായിരുന്നു. സുധീർ കല്ലേന് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് ഹൈക്കോടതിയും ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുള്ളത്. നിശിത വിമർശനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. MK റാമിനെ രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അറസ്റ്റിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു DYSP-ക്ക് അറിയില്ലേ എന്ന ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ കേസിൽ വെള്ളിയാഴ്ചക്കകം സർക്കാർ ഈ വീഴ്ച MK റാമിന്റെ അറസ്റ്റിൽ ഉണ്ടായ വീഴ്ചയെക്കുറിച്ച് സർക്കാർ വെള്ളിയാഴ്ചക്കകം വിശദീകരണം നൽകണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന കണ്ടെത്താൻ അന്വേഷണം വേണം. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൽ ബന്ധമുണ്ട് എന്ന കടുത്ത വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് പ്രതിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്നാണ് കഴിവില്ലാത്ത ഉദ്യോഗസ്ഥനാണ് DYSP എന്നുള്ള വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. 15,000 രൂപ കടമെടുത്ത് ആത്മഹത്യ ചെയ്തു എന്ന കഥയുണ്ടാക്കാനാണ് പോലീസ് ശ്രമിച്ചത് എന്ന വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ കേസിൽ പ്രതിയിൽ നിന്നും ആനുകൂല്യം വാങ്ങിയാണോ ഇതൊക്കെ ചെയ്തത് എന്ന രീതിയിൽ, അതായത് ഒരു കേസിലും ഇതുവരെ സമാനതകളില്ലാത്ത ഒരു വിമർശനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം അത്രയധികം വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് ഹൈക്കോടതിയും വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും ഇനി ആഭ്യന്തര വകുപ്പിന് നടപടിയിലേക്ക് കടക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ആഭ്യന്തര വകുപ്പിന്റെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് ഹൈക്കോടതി തന്നെ വിലയിരുത്തിയ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ കണക്കിലെടുക്കുമ്പോൾ DYSP സുധീർ കല്ലേനെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. നീലാഞ്ജന.